ഹലോ വെൽക്കം ബാക്ക്. ഞാൻ അൽഹസൻ. ഈ ഒരു ക്ലാസ്സിലൂടെ നോക്കാനായിട്ട് പോകുന്നത് ഓക്സി അസറ്റിലിംഗ് കട്ടിംഗ് എക്യുപ്മെന്റ്സ് പ്രിൻസിപ്പിൾ പാരാമീറ്റേഴ്സ് ആൻഡ് ആപ്ലിക്കേഷൻ എന്ന് പറയുന്ന ഒരു ടോപ്പിക്കാണ്. അപ്പോൾ ഇവിടെ പ്രധാനമായിട്ടും എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ഗ്യാസ് കട്ടിംഗ് പ്രിൻസിപ്പിൾസും അതുപോലെ തന്നെ എക്യുപ്മെന്റ്സുകളെ കുറിച്ചാണ്, അതിന് ഉപയോഗിക്കുന്ന എക്യുപ്മെന്റ്സിനെ പറ്റിയിട്ടും അതുപോലെ തന്നെ കട്ടിംഗ് ഓപ്പറേഷൻസ്, പാരാമീറ്റേഴ്സ്, അതിന്റെ ആപ്ലിക്കേഷൻസ് തുടങ്ങിയിട്ടുള്ള സബ്ജക്റ്റുകളായിരിക്കും. അതായത് നമ്മുടെ ഈ ഒരു ഗ്യാസ് കട്ടിംഗ് ഉണ്ടായിരിക്കും. ആ കട്ടിങ്ങിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന വ്യത്യസ്ത തരത്തിലുള്ള ഉപകരണങ്ങൾ, അവയുടെ പ്രിൻസിപ്പിൾസ്, അവയുടെ തത്വം എന്തൊക്കെയാണെന്നുള്ളത് നോക്കണം. അതുപോലെ തന്നെ ഈ കട്ടിങ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള കട്ടിങ്ങിന്റെ പ്രവർത്തന പരിധികളും അതുപോലെ തന്നെ അതിന്റെ ആപ്ലിക്കേഷൻസ്, ഇത്രയും കാര്യങ്ങൾ ഈ ഒരു ഭാഗത്ത് നിന്ന് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ടുണ്ട്. ആദ്യമായിട്ട് ഇൻട്രൊഡക്ഷൻ ടു ഗ്യാസ് കട്ടിങ്, ഗ്യാസ് കട്ടിങ്ങിന്റെ ഇൻട്രൊഡക്ഷൻ അഥവാ ആമുഖമാണ് നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ പ്രധാനമായിട്ടും ദ മോസ്റ്റ് കോമൺ മെത്തേഡ് ഓഫ് കട്ടിംഗ് മൈൽഡ് സ്റ്റീൽ ഈസ് ബൈ ആൻ ഓക്സി അസറ്റിലിംഗ് കട്ടിംഗ് പ്രോസസ്സ്. മൈൽഡ് സ്റ്റീലൊക്കെ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രധാനമായിട്ടും യൂസ് ചെയ്യുന്ന കട്ടിംഗ് പ്രോസസ്സ് എന്ന് പറയുന്നത് ഇതാണ്, ഓക്സി അസറ്റിലിംഗ് കട്ടിംഗ് പ്രോസസ് ആണ്. വിത്ത് ആൻ ഓക്സി അസറ്റിലിംഗ് കട്ടിംഗ് ടോർച്ച് ദ കട്ടിംഗ് അഥവാ ഓക്സിഡേഷൻ ക്യാൻ ബി കൺഫൈൻഡ് ടു എ നാരോ സ്ട്രിപ്പ് ആൻഡ് വിത്ത് ലിറ്റിൽ എഫക്റ്റ് ഓഫ് ഹീറ്റ് ഓൺ ദ അഡ്ജസ്റ്റിംഗ് അഡ്ജോയിനിങ് മെറ്റൽസ്. അഥവാ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്സി അസറ്റിലിംഗ് ഒരു ഓക്സി അസറ്റിലിംഗ് കട്ടിംഗ് ടോർച്ച് ഉപയോഗിച്ചുകൊണ്ട് ഈ ഒരു കട്ട് ചെയ്തവയെ അല്ലെങ്കിൽ ഓക്സിഡേഷൻ ചെയ്തവയെ ഒരു ഇടുങ്ങിയ സ്ട്രിപ്പിലേക്ക് നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, പരിമിതപ്പെടുത്താൻ വേണ്ടിയിട്ടും അടുത്ത അഡ്ജോയിനിങ് മെറ്റൽസിൽ ഹീറ്റിന്റെ അഥവാ ടെമ്പറേച്ചറിന്റെ ചെറിയൊരു എഫക്റ്റ് ഉണ്ടാക്കാനും വേണ്ടിയിട്ടും സാധിക്കുന്നുണ്ടാകും. ദ കട്ട് അപ്പിയർസ് ലൈക്ക് എ സാവ് കട്ട് ഓൺ വുഡൻ പ്ലാങ്ക്. വുഡൻ പ്ലാങ്കിലുള്ള ഉണ്ടാകുന്ന ഒരു സാവ് കട്ട് പോലെയാണ് എന്താണ് പറയുന്നത്, കട്ട് അപ്പിയർ ആകുന്നത് അല്ലെങ്കിൽ പ്രത്യക്ഷപ്പെടുന്നുണ്ടാകുക. ദ മെത്തേഡ് ക്യാൻ ബി, ഈ ഒരു മെത്തേഡ് എന്ന് പറയുന്നത്, ഈ ഒരു ഓക്സി അസറ്റിലിംഗ് കട്ടിംഗ് പ്രോസസ് എന്ന് പറയുന്ന ഈ ഒരു മെത്തേഡ് എന്ന് പറയുന്നത് നമ്മൾ എന്ത് ചെയ്യണം, സക്സസ്ഫുള്ളി മൈൽഡ് സ്റ്റീൽ പോലുള്ള ഫെറസ് മെറ്റൽസിൽ മാത്രമാണ് നമ്മൾ സക്സസ്ഫുള്ളി എന്ത് ചെയ്യുന്നത്, നമ്മൾ ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്യുന്നുണ്ടാകുക. അതുപോലെ തന്നെ നോൺ ഫെറസ് മെറ്റൽസിലോ അതിന്റെ അലോയ്കളിലോ എന്ത് ചെയ്യാറില്ല, ഈ ഒരു പ്രോസസ്സ് വെച്ച് കട്ട് ചെയ്യുന്നുണ്ടാവില്ല. അപ്പൊ അതൊന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കുക. മൈൽഡ് സ്റ്റീൽ പോലെയുള്ള ഫെറസ് മെറ്റലുകളിൽ സക്സസ്ഫുള്ളി എന്ത് ചെയ്യുന്നു, ഈ പറയുന്ന ഓക്സി അസറ്റിലിംഗ് കട്ടിംഗ് പ്രോസസ്സ് യൂസ് ചെയ്യുന്നു. നോൺ ഫെറസ് മെറ്റൽസിലോ അവയുടെ അലോയികളിലോ ഈ ഒരു കട്ടിംഗ് പ്രോസസ്സ് എന്ത് ചെയ്യുന്നില്ല, യൂസ് ചെയ്യുന്നില്ല എന്നുള്ളത് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കുക. ഇനി ഓക്സി അസറ്റിലിംഗ് കട്ടിംഗ് എക്യുപ്മെന്റ്സിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ കട്ടിംഗ് എക്യുപ്മെന്റ് എന്ന് പറയുമ്പോൾ എന്താണ്, ദ ഓക്സി അസറ്റിലിംഗ് കട്ടിംഗ് എക്യുപ്മെന്റ് is similar to the welding equipment except that instead of using welding blow pipe a cutting blow pipe is used. അപ്പോൾ നമ്മുടെ വെൽഡിംഗ് എക്യുപ്മെന്റിന് സമാനമായിട്ടുള്ളത് തന്നെയാണ് എന്തെന്ന് പറയുന്നത്, ഓക്സി അസറ്റിലിംഗ് വെൽഡിംഗ് എക്യുപ്മെന്റ് സമാനമായിട്ടുള്ള എക്യുപ്മെന്റ്സ് തന്നെയാണ് നമ്മുടെ ഓക്സി അസറ്റിലിംഗ് കട്ടിംഗ് എക്യുപ്മെന്റ് എന്ന് പറയുന്നത്. എന്തൊഴിച്ച് കഴിഞ്ഞാൽ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെൽഡിംഗ് ബ്ലോ പൈപ്പിന് പകരമായിട്ട് കട്ടിംഗ് ബ്ലോ പൈപ്പ് ആണ് യൂസ് ചെയ്യുന്നത്. ബാക്കിയെല്ലാം സിമിലാർ തന്നെ ആയിരിക്കും. സോ അപ്പോൾ ഈ ഒരു കട്ടിംഗ് എക്യുപ്മെന്റിൽ എന്തെല്ലാം കാര്യങ്ങളാണ് അടങ്ങുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് അസറ്റിലിംഗ് ഗ്യാസ് സിലിണ്ടർ ഉണ്ടായിരിക്കും, അതുപോലെ തന്നെ ഓക്സിജൻ ഗ്യാസ് സിലിണ്ടർ ആയിരിക്കും. നേരത്തെ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് അവിടെ വെൽഡിങ്ങിന് യൂസ് ചെയ്ത് ഓക്സി അസറ്റിലിംഗ് വെൽഡിങ്ങിന്റെ സമയത്ത് യൂസ് ചെയ്തതുപോലെ തന്നെ അവിടെയുള്ള എക്യുപ്മെന്റ്സിൽ ഉള്ളതുപോലെ തന്നെ എല്ലാം തന്നെ ഉണ്ടായിരിക്കും. മാറ്റം എന്ന് പറയുന്നത് അവിടെ വെൽഡിംഗ് ബ്ലോ പൈപ്പ് ആയിരുന്നുണ്ടെങ്കിൽ ഇവിടെ കട്ടിംഗ് ബ്ലോ പൈപ്പ് ആണെന്നുള്ളതാണ്. സോ അസറ്റിലിംഗ് ഗ്യാസ് സിലിണ്ടർ ഉണ്ട്, ഓക്സിജൻ ഗ്യാസ് സിലിണ്ടർ ഉണ്ട്, പിന്നെ അസറ്റിലിന്റെ ഗ്യാസ് റെഗുലേറ്റർ ഉണ്ട്, ഓക്സിജൻ ഗ്യാസ് റെഗുലേറ്റർ ഉണ്ട്. ഇവിടെ എന്ന് പറഞ്ഞാൽ ഈ റെഗുലേറ്ററിൽ ഹെവി കട്ടിംഗ് ആവശ്യമാണെന്നുണ്ടെങ്കിൽ ഹയർ പ്രഷർ ഓക്സിജൻ റെഗുലേറ്റർ ആയിരിക്കും യൂസ് ചെയ്യുന്നുണ്ടാകുക. പിന്നെ റബ്ബർ ഹോസ് പൈപ്പ്, അസറ്റിലിൻ ആൻഡ് ഓക്സിജൻ ഉണ്ടായിരിക്കും. പിന്നെ ഇവിടെ കട്ടിംഗ് ബ്ലോ പൈപ്പ്, മറ്റേതാണെങ്കിൽ വെൽഡിംഗ് ബ്ലോ പൈപ്പ് ആണ്, ഇവിടെ ആകുമ്പോഴത്തേക്കും കട്ടിംഗ് ബ്ലോ പൈപ്പ്. ഇത്രയും കാര്യങ്ങളാണ് എന്തുള്ളത് ഇവിടെ ഈ ഒരു എക്യുപ്മെന്റ്സിൽ പ്രധാനമായിട്ടും കൺസിസ്റ്റ് ആയിരിക്കുന്നത്. ഇനി കട്ടിംഗ് ആക്സസറീസ് എന്ന് പറയുമ്പോഴത്തേക്കും സിലിണ്ടർ കീ ഉണ്ട്, സ്പാർക്ക് ലൈറ്റർ ഉണ്ട്, സിലിണ്ടർ ട്രോളി ആൻഡ് അതർ സേഫ്റ്റി ആപ്പിയൻസ് ആർ ദ സെയിം ആർ ദ യൂസ്ഡ് ഗ്യാസ് വെൽഡിംഗ് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഉണ്ട്. അപ്പോൾ സിലിണ്ടർ കീ എന്തിനു വേണ്ടിയിട്ടാണ്, സ്പാർക്ക് ലൈറ്റർ, സിലിണ്ടർ കീ, അതിന്റെ എല്ലാം തന്നെ യൂസും കാര്യങ്ങളും എല്ലാം തന്നെ നമ്മൾ കഴിഞ്ഞ വീഡിയോസിലായിട്ട് കഴിഞ്ഞ ക്ലാസ്സുകളായിട്ട് നോക്കിയിരുന്നു. ഇനി ദ കട്ടിംഗ് ടോർച്ച് ഫിഗർ നമ്പർ 1 കാണിച്ചിട്ടുണ്ട്. കട്ടിംഗ് ടോർച്ച് ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഈ ഒരു കട്ടിംഗ് ടോർച്ച് എന്ന് പറയുന്നത് ഈ ഒരു ഫിഗറും ഈ ഫിഗറിന്റെ ഈ ഒരു ഭാഗമൊക്കെ വളരെയധികം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ്. സോ എന്താണ് കട്ടിംഗ് ടോർച്ചിനെ കുറിച്ചുള്ള എക്സ്പ്ലനേഷൻ എന്നുള്ളത് ഇനി നമുക്ക് നോക്കാം. ദ കട്ടിംഗ് ടോർച്ച്, അപ്പോൾ അതിന്റെ എക്സ്പ്ലനേഷൻ നോക്കുകയാണെങ്കിൽ ദ കട്ടിംഗ് ടോർച്ച് ഡിഫറൻറ്റ് ഫ്രം ദ റെഗുലർ വെൽഡിംഗ് ബ്ലോ പൈപ്പ്. അപ്പോൾ ഈ കട്ടിംഗ് ടോർച്ച് എന്ന് പറയുന്നത് റെഗുലർ വെൽഡിംഗ് ബ്ലോ പൈപ്പിൽ നിന്നും എന്താണ് വ്യത്യസ്തമാണ് എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. അപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻ മോസ്റ്റ് കേസസ് ഇറ്റ് ഹാസ് ആൻ അഡീഷണൽ ലിവർ ഫോർ ദ കൺട്രോൾ ഓഫ് ദി കട്ടിംഗ് ഓക്സിജൻ യൂസ്ഡ് ടു കട്ട് ദ മെറ്റൽ
അപ്പൊ മോസ്റ്റ് കേസസിലും ഇവിടെ ഒരു അഡീഷണൽ ആയിട്ടുള്ള ലിവർ ഉണ്ടായിരിക്കും. എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മെറ്റലിനെ മുറിക്കുവാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന കട്ടിംഗ് ഓക്സിജനെ നിയന്ത്രിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇവിടെ എന്തുള്ളത്, ഒരു അഡീഷണൽ ലിവർ കൊടുത്തിട്ടുള്ളത്. നോട്ട് ചെയ്തേക്കുക, ചോദ്യം വരാം. ഇനി അടുത്തെന്ന് പറഞ്ഞ പോയിന്റ്, ദ ടോർച്ച് ഹാസ് ടു ദ ഓക്സിജൻ ആൻഡ് അസറ്റലിൻ കൺട്രോൾ വാൽവ് ടു കൺട്രോൾ ദ ഓക്സിജൻ ആൻഡ് അസറ്റലിൻ ഗ്യാസസ് വൈൽ പ്രീഹീറ്റിംഗ് ദ മെറ്റൽ. അതായത് നമ്മുടെ മെറ്റൽസിനെ ഹീറ്റിംഗ് ചെയ്യുന്ന സമയത്ത് ഓക്സിജനും അതുപോലെ തന്നെ അസറ്റൈലിൻ വാതകങ്ങളും അഥവാ ഗ്യാസസിനെ നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട്, കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ടോർച്ചിൽ ഓക്സിജനും അസറ്റൈലിൻ്റെയും ഈ നിയന്ത്രിക്കാനുള്ള വാൽവുകൾ ഉണ്ടായിരിക്കും, കൺട്രോൾ വാൽവുകൾ ഉണ്ടായിരിക്കും. ദ ടോർച്ച് ഹാസ് ദ ഓക്സിജൻ ആൻഡ് അസറ്റൈലിൻ കൺട്രോൾ വാൽവ് ടു കൺട്രോൾ ദ ഓക്സിജൻ ആൻഡ് അസറ്റൈലിൻ ഗ്യാസസ് വൈൽ പ്രീഹീറ്റിംഗ് ദ മെറ്റൽ. മെറ്റലെ പ്രീഹീറ്റ് ചെയ്യുന്ന സമയത്ത് ഓക്സിജനെയും അസറ്റൈലിനെയും കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഓക്സിജൻ അസറ്റൈലിൻ കൺട്രോളിംഗ് വാൽവുകളും ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ അടുത്ത പോയിന്റുകളിലേക്ക് നോക്കാം. അത് വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഈ ഒരു ഫിഗർ ആണ്. ഫിഗർ നമുക്ക് നോക്കാം. ദ കട്ടിംഗ് ടിപ്പ് ഈസ് മെയ്ഡ് വിത്ത് ആൻ ഒറിഫീസ് ഇൻ ദ സെന്റർ സറൗണ്ടഡ് ബൈ 5 സ്മാളർ ഹോൾസ്. 5 സ്മാളർ ഹോൾസ് കൊണ്ട് ചുറ്റപ്പെട്ട രീതിയിലുള്ള ഒരു ഒറിഫീസ് കൂടി അടങ്ങുന്നതാണ് ഈ കട്ടിംഗ് ടിപ്പ് എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ എന്ത് ചെയ്തിരിക്കുന്നു, ഫിഗറിൽ നമുക്ക് ആ ഒറിഫീസ് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. പക്ഷേ ഇവിടെ ഫിഗറിൽ നോക്കുന്ന സമയത്ത് എന്താണ്, 4 സ്മാൾ ഹോൾസ് കാണാം, സെൻട്രലായിട്ടുള്ള ഒരു ഹോൾ കാണാം, അതാണ് കട്ടിംഗ് ഓക്സിജൻ ഹോൾ എന്ന് കൊടുത്തിട്ടുണ്ട്. ദെൻ നമുക്ക് എന്ത് ചെയ്യാം, 5 സ്മാൾ ഹോൾസുകൾ ചുറ്റപ്പെട്ടിട്ടുണ്ടെന്ന് നമ്മുടെ ആ ഒരു എക്സ്പ്ലനേഷനകത്ത് പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ പ്രീഹീറ്റിംഗ് ഹോൾസ് ആണ് ഈ ചുറ്റപ്പെട്ടിട്ടുള്ള ഇവിടെ കാണിച്ചിട്ടുള്ള ഹോൾസ് എന്ന് പറയുന്നത്. ഓക്കെ, എക്സ്പ്ലനേഷൻ തന്നെ നോക്കാം. ചോദ്യം വരുവാണെന്നുണ്ടെങ്കിൽ ആ രീതിയിൽ നമുക്ക് കൈകാര്യം ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ കട്ടിംഗ് ടിപ്പ് ഈസ് മെയ്ഡ് വിത്ത് ആൻ ഒറിഫീസ് ദ സെന്റർ സറൗണ്ട് ബൈ 5 സ്മാളർ ഹോൾസ്. അപ്പോൾ ചുമ്മാതെയല്ല ഈ ഹോൾസ് ഇവിടെ കൊടുത്തിട്ടുള്ളത്, മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആണ്. മോസ്റ്റ് ഇമ്പോർട്ടന്റ്, വളരെ വളരെ പ്രധാനം, നോട്ട് ചെയ്ത് വെക്കുക. ദ സെന്റർ ഓപ്പണിംഗ് പെർമിറ്റ് ദ ഫ്ലോ ഓഫ് ദ കട്ടിംഗ് ഓക്സിജൻ ആൻഡ് ദ സ്മാളർ ഹോൾസ് ആർ ഫോർ ദ പ്രീഹീറ്റിംഗ് ഫ്ലെയിം. അപ്പൊ ഈ ഒരു ചെറിയ ഹോൾസുകൾ കൊടുത്തിട്ടുള്ളത് ആ ഒരു പ്രീഹീറ്റിംഗ് ഫ്ലെയിംസിനെ പെർമിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും, അതുപോലെ ഇതിന്റെ സെന്റർ ഓപ്പണിംഗ് അവിടെ കൊടുത്തിട്ടുള്ളത് കട്ടിംഗ് ഓക്സിജന്റെ ഫ്ലോയെ പെർമിറ്റ് ചെയ്യാൻ വേണ്ടി, ഒഴുക്കിനെ പെർമിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ അതെന്ത് ചെയ്യുക, തീർച്ചയായിട്ടും നോട്ട് ചെയ്ത് വെച്ചേക്കുക. ആ 2 ഹോൾസിന്റെയും പർപ്പസ് നോട്ട് ചെയ്തേക്കുക. യൂഷ്വലി ഡിഫറെന്റ് ടിപ്പ് സൈസസ് ആർ പ്രൊവൈഡ് ഫോർ കട്ടിംഗ് മെറ്റൽസ് ഓഫ് ഡിഫറെന്റ് തിക്നെസ്. വ്യത്യസ്ത തിക്നെസ് ഉള്ള മെറ്റൽസിനെ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സാധാരണയായിട്ടുള്ള വ്യത്യസ്ത ടിപ്പുകൾ, ഡിഫറെന്റ് ടിപ്സുകൾ എന്ത് ചെയ്യാറുണ്ട്, പ്രൊവൈഡ് ചെയ്യാറുണ്ട്, ഉപയോഗിക്കാറുണ്ട്. ഓക്കെ, അടുത്തെന്ന് പറഞ്ഞാൽ ഓക്സി അസറ്റൈലിൻ കട്ടിംഗ് പ്രൊസീജിയേഴ്സ് ആണ് നമുക്ക് നോക്കാനായിട്ടുള്ളത്. അപ്പോൾ ഓക്സി അസറ്റൈലിൻ കട്ടിംഗ് പ്രൊസീജിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുമില്ല, ഈ ഓക്സി അസറ്റൈലിൻ കട്ടിങ് ചെയ്യുന്ന നടപടിക്രമം എന്താണ് എന്ന് നമ്മൾ എന്ത് ചെയ്യാനായിട്ട് പോവുകയാണ്, നോക്കാനായിട്ട് പോവുകയാണ്. ആദ്യമായിട്ട് എന്ത് ചെയ്യുന്നു, ഫിക്സ് എ സ്യൂട്ടബിൾ സൈസ് കട്ടിംഗ് നോസിൽ ഇൻ ദ കട്ടിംഗ് ബ്ലോ പൈപ്പ്. ആ ഒരു കട്ടിംഗ് ബ്ലോ പൈപ്പിൽ സ്യൂട്ടബിൾ ആയിട്ടുള്ള കട്ടിംഗ് നോസിൽ സെലക്ട് ചെയ്യുന്നു, അല്ലെങ്കിൽ ഫിക്സ് ചെയ്യുന്നു. ഒരു സ്യൂട്ടബിൾ ആയിട്ടുള്ള സൈസുള്ള കട്ടിംഗ് നോസിൽ കട്ടിംഗ് ബ്ലോ പൈപ്പിൽ ഫിക്സ് ചെയ്യുക എന്നുള്ളതാണ് ആദ്യത്തെ ക്രമം. ദെൻ രണ്ടാമതായിട്ട് the cutting torch the same way as was done in the case of the welding blow pipe. നമ്മുടെ വെൽഡിംഗ് ബ്ലോ പൈപ്പിൽ ഇഗ്നിറ്റിംഗ് ചെയ്തില്ലേ, കട്ടിംഗ് ടോർച്ച് ഇഗ്നിറ്റിംഗ് ചെയ്ത അതേ വേയിൽ തന്നെ, അതുപോലെ തന്നെ എന്ത് ചെയ്യുന്നു, ആ കട്ടിംഗ് ടോർച്ച് ഇഗ്നിറ്റിംഗ് ചെയ്യിക്കുന്നു എന്നുള്ളതാണ് രണ്ടാമതായിട്ട് നമ്മൾ ചെയ്യുന്നത്. ദെൻ തേർഡ് സ്റ്റെപ്പ്, സെറ്റ് ദ ന്യൂട്രൽ ഫ്ലെയിം ഫോർ പ്രീഹീറ്റിംഗ്. പ്രീഹീറ്റിംഗിന് വേണ്ടിയിട്ട് നമ്മൾ ന്യൂട്രൽ ഫ്ലെയിം സെറ്റ് ചെയ്യുന്നു. ന്യൂട്രൽ ഫ്ലെയിം എന്താണെന്നൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൂടെ ഡിസ്കസ് ചെയ്തതാണ്. ദെൻ അടുത്തത്, to start the cut, hold the cutting nozzle at an angle 90 degree with the plate surface and the inner core of the heating frame 3 mm above the metal. അപ്പം അതിനുശേഷം എന്ത് ചെയ്യുന്നു, നമ്മൾ കട്ടിങ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ആ ഒരു കട്ടിംഗ് നോസിൽ ആ ഒരു പ്ലേറ്റ് സർഫസിൽ നിന്നും 90 ഡിഗ്രി ആംഗിളിലും, അതുപോലെ തന്നെ ആ ഒരു മെറ്റലിൽ നിന്നും 3 mm എബോവ് ആയിട്ട് ആ ഒരു ഹീറ്റിംഗ് കോറും വരുന്ന, ഇന്നർ കോറും വരുന്ന രീതിയിൽ ഹോൾഡ് ചെയ്യുന്നു. സോ ദെൻ പ്രീഹീറ്റ് ദ മെറ്റൽ ടു ബ്രൈറ്റ് റെഡ് ബിഫോർ പ്രസ്സിംഗ് ദ കട്ടിംഗ് ഓക്സിജൻ ലിവർ. ആ ഒരു കട്ടിംഗ് ഓക്സിജൻ ലിവർ പ്രസ് ചെയ്യുന്നതിന് മുമ്പായിട്ട് അത് ബ്രൈറ്റ് റെഡ് അവസ്ഥയിലേക്ക് ചൂടാക്കുന്നു, അഥവാ ചുട്ടുപഴുത്ത അവസ്ഥയിലേക്ക് അതിനെ എന്ത് ചെയ്യുന്നു, എത്തിക്കുന്നു. ഇഫ് ദ കട്ട് ഈസ് പ്രൊസീഡിങ് correctly, a shower of spark will be seen to fall from the punched line. അപ്പോൾ ആ ഒരു കട്ട് കറക്റ്റ് ആയിട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ ആ പഞ്ച്ഡ് ലൈനിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, ഒരു സ്പാർക്കുകൾ അഥവാ തീപ്പൊരികൾ എന്ത് ചെയ്യാൻ വരുന്നതായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, കാണാനായിട്ട് സാധിക്കുന്നതായിരിക്കും. അതായത് ആ ഒരു കട്ടിങ് ശരിയായിട്ട് നടക്കുകയാണെന്നുണ്ടെങ്കിൽ പഞ്ച്ഡ് ചെയ്തിട്ടുള്ള ആ ഒരു ലൈനിൽ നിന്നും ഈ ഒരു സ്പാർക്സ് വീഴുന്നതായിട്ട് കാണാവുന്നതാണ്. ഇഫ് ദ എഡ്ജ് ഓഫ് ദ കട്ട് അപ്പിയർസ് ടു ബി ടു റാഗിഡ്, ദ ടോർച്ച് ഈസ് ബീങ് മൂവ്ഡ് ടു സ്ലോലി.
അതായത് നമ്മൾ കട്ട് ചെയ്ത എഡ്ജ് എന്ന് പറയുന്നത് അപ്പിയർ ആവുന്നത്, അതായത് കാണുന്നത് ഒരു എന്താ പറയുക അത്ര വൃത്തിയല്ലാത്തതായിട്ട് തോന്നുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു ടോർച്ച് വളരെ സാവധാനത്തിൽ ഒന്ന് മൂവ് ചെയ്തുകൊണ്ട് പോവുക. ഓക്കെ, ഫോർ എ ബിവൽ കട്ട്, ഇനി അടുത്തെന്ന് പറഞ്ഞാൽ ഫോർ എ ബിവൽ കട്ട്, ഒരു ബിവൽ കട്ട് അഥവാ ചരിഞ്ഞ കട്ടിനൊക്കെ വേണ്ടിയിട്ടാണെന്നുണ്ടെങ്കിൽ ഹോൾഡ് ദ കട്ടിംഗ് ടോർച്ച് അറ്റ് ദ ഡിസൈഡ് ആംഗിൾ ആൻഡ് പ്രൊസീഡ് ആസ് ഡൺ ഇൻ മേക്കിംഗ് സ്ട്രെയിറ്റ് ലൈൻ കട്ട്. അപ്പോൾ നമ്മൾ ആവശ്യമായ രീതിയിൽ ഒരു ബിവൽ കട്ടിന് വേണ്ടി, ഒരു ചരിഞ്ഞ കട്ടിന് വേണ്ടിയിട്ട് നമ്മൾ ആവശ്യമായ രീതിയിൽ ആ ഒരു ചരിവിലേക്ക് ആ ടോർച്ചിനെ ആംഗിൾ ആ കട്ടിംഗ് ടോർച്ച് അത്രയും ആംഗിളിലേക്ക് വെച്ചതിന് ശേഷം പിന്നീട് സ്ട്രെയിറ്റ് ലൈൻ കട്ട് ചെയ്യുന്നത് പോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യുക, ആ ഒരു കട്ടിങ് കണ്ടിന്യൂ ചെയ്യുക. At the end of the cut, release the cutting oxygen lever and close the control valve of the oxygen and acetylene. So അവസാനം എന്ത് ചെയ്യുക, അവസാനമായിട്ട് ആ ഒരു കട്ടിംഗ് ഓക്സിജൻ ലിവറിനെ റിലീസ് ചെയ്യുകയും ദെൻ നമ്മുടെ ഓക്സിജൻ ആൻഡ് അസറ്റിലിൻ വാൽവുകൾ ക്ലോസ് ചെയ്യുകയും ചെയ്യുക, കൺട്രോൾ വാൽവുകൾ ക്ലോസ് ചെയ്യുകയും ചെയ്യുക. ദെൻ ആ ഒരു കട്ട് ക്ലീൻ ചെയ്തതിന് ശേഷം അത് ഇൻസ്പെക്ട് ചെയ്യുക, പരിശോധിക്കുക എന്നുള്ളതാണ് ആ കട്ടിങ്ങിന്റെ പ്രൊസീജിയർ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് എന്ത് ചെയ്യാനുള്ളത്, പ്രൊസീജിയറിനകത്ത് കൊണ്ട് ചെയ്യാനുള്ളത്. സോ അതായത് ഒന്നുകൂടി പറയാം, മറ്റൊന്നുമല്ല പറഞ്ഞത്, ഇത് ഓക്സി അസറ്റിലിൻ കട്ടിങ് ചെയ്യുന്നതിന്റെ ആ ഒരു സ്റ്റെപ്സ് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആദ്യം കട്ടിംഗ് ബ്ലോ പൈപ്പിൽ അനുയോജ്യമായിട്ടുള്ള സൈസിലുള്ള ആ ഒരു നോസിൽസ് എന്ത് ചെയ്യുന്നു, സെറ്റ് ചെയ്യുന്നു. പിന്നെ വെൽഡിംഗ് ബ്ലോ പൈപ്പിന്റെ ആ ഒരു കാര്യത്തിൽ ചെയ്തത് അതേ രീതിയിൽ തന്നെ കട്ടിംഗ് ടോർച്ച് ഇഗ്നിറ്റിംഗ് ചെയ്യിക്കുന്നു, അഥവാ അത് ജ്വലിപ്പിക്കുന്നു. പിന്നെ എന്ത് ചെയ്യുന്നു, പ്രീഹീറ്റിംഗ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് മുമ്പായിട്ട് ആ ഒരു ന്യൂട്രൽ ഫ്ലെയിം സജ്ജീകരിക്കുന്നു. പിന്നെ കട്ടിംഗ് ആരംഭിക്കുന്ന വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു, ആ ഒരു മെറ്റലിന്റെ ഉപരിതലത്തിൽ നിന്ന് ഒരു 90 ഡിഗ്രി ആംഗിളിൽ മുറിക്കേണ്ട ആ ഒരു ഇത് പിടിച്ചതിന് ശേഷം ആ ഒരു ലോഹത്തിന് മുകളിലേക്ക് 3 മില്ലിമീറ്റർ ഉയരത്തിൽ എന്ത് ചെയ്യുന്നു, ആ ഒരു ഇതും സെറ്റ് ചെയ്യുന്നു. ആ ഒരു ടോർച്ച് സെറ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യുകയാണ്, വെൽഡിങ് ചെയ്യാനായിട്ട് പോവുകയാണ്. ഇനി കട്ടിംഗ് ഓക്സിജന്റെ ലിവർ എന്ത് ചെയ്യുന്നു, അമർത്തുന്നതിന് മുമ്പായിട്ട് ആ ഒരു മെറ്റീരിയലിനെ ചുട്ടു പഴുപ്പിക്കുക, ഒരു റെഡ് ഹോട്ട് കണ്ടീഷനിലേക്ക് എത്തുക. ദെൻ മുറിക്കൽ ശരിയായിട്ടാണ് പോകുന്നത് എന്നുണ്ടെങ്കിൽ ആ ഒരു പഞ്ചിഡ് ഹോളിന്റെ ലൈൻസിൽ നിന്നും ഒരു എന്താ പറയുക സ്പാർക്ക് ഒക്കെ വീഴുന്നത് കാണാനായിട്ട് പറ്റും. ദെൻ ആ ഒരു കട്ട് ചെയ്ത അറ്റം വൃത്തിയല്ലാത്തതാണ് എന്നാണ് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ പിന്നെയും എന്ത് ചെയ്യുക, ആ ഒരു വെൽഡിംഗ് ടോർച്ച് നമ്മൾ സാവധാനത്തിൽ മൂവ് ചെയ്ത് കൊടുക്കുക. ഒരു ബിവൽ കട്ടൊക്കെ ആവശ്യമാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആവശ്യമായിട്ടുള്ള ആംഗിളിലേക്ക് ആ ഒരു കട്ടിംഗ് ടോർച്ച് പിടിച്ചതിന് ശേഷം സ്ട്രെയിറ്റ് ലൈൻ കട്ട് ചെയ്യുന്നത് പോലെ തന്നെ തുടർന്ന് പോയാൽ മതിയാവുന്നതാണ്. ഇനി കട്ടിങ്ങിന്റെ അവസാനം നമ്മൾ ആ ഒരു ഓക്സിജൻ എന്ത് ചെയ്യുക, ലിവർ ഫ്രീ ആക്കിയതിന് ശേഷം ആ ഓക്സിജന്റെയും അസറ്റിന്റെയും കൺട്രോൾ വാൽവുകൾ ക്ലോസ് ചെയ്യുക. സോ അതിനുശേഷം നമ്മൾ അതിനെ വൃത്തിയാക്കിയതിന് ശേഷം ഇൻസ്പെക്ട് ചെയ്യുക, പരിശോധിക്കുക എന്നുള്ളതാണ് ഇവിടെ ചെയ്യാനുള്ള പ്രൊസീജിയേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയാണ് അതിൽ നിന്നുമായിട്ട് ബന്ധപ്പെടേണ്ടത്. ഇനി ഓക്സി അസറ്റിലിൻ മെഷീൻ കട്ടിംഗ് എന്നുള്ളതാണ്. ദർ ആർ 2 ടൈപ്പ് ഓഫ് കട്ടിംഗ് മെഷീൻസ് ആണുള്ളത്. ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മാനുവലി ഡ്രിവൻ കട്ടിംഗ് മെഷീൻസ് ഉണ്ട്, അതുപോലെ തന്നെ ഇലക്ട്രിക്കലി ഡ്രിവൻ കട്ടിംഗ് മെഷീൻസ് ഉണ്ട്. മാനുവലായി ഡ്രൈവ് ചെയ്യുന്ന കട്ടിംഗ് മെഷീൻസിനും ഇലക്ട്രിക്കലായി ഡ്രൈവ് ചെയ്യുന്ന കട്ടിംഗ് മെഷീൻസ് ഉണ്ട്. സോ ഇനി അത് ഏതൊക്കെയാണ്, അതിന്റെ കാര്യങ്ങൾ നമുക്കൊന്ന് നോക്കാം. സോ ഫസ്റ്റ് വൺ, മാനുവലി ഓപ്പറേറ്റഡ് കട്ടിംഗ് മെഷീൻസ്. അപ്പോൾ ഇത് മാനുവലി ഓപ്പറേറ്റഡ് കട്ടിംഗ് മെഷീൻസിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ, എ മാനുവലി ഡ്രിവൺ കട്ടിംഗ് മെഷീൻസ് നോർമലി കൺസിസ്റ്റ് ഓഫ് എ ക്രാങ്ക് ഓർ വീൽ ഡ്രൈവ് ദ കട്ടർ വിയ സ്ക്രൂ ത്രെഡ് ആൻഡ് ദിസ് മെഷീൻ ക്യാൻ ബി യൂസ്ഡ് ഫോർ സ്ട്രെയിറ്റ് ലൈൻ കട്ടിംഗ് ആൻഡ് ബിവലിംഗ് കട്ടിംഗ്. അപ്പോൾ ഈ ഒരു മാനുവലി ഡ്രിവൺ കട്ടിംഗ് മെഷീൻസിൽ സാധാരണയായിട്ട് കൺസിസ്റ്റ് ആവുന്നതെന്ന് പറഞ്ഞാൽ ഒരു ക്രാങ്ക് അല്ലെങ്കിൽ വീൽ ഉണ്ടായിരിക്കും. അതായത് സ്ക്രൂ ത്രെഡ് വഴി എന്ത് ചെയ്യാൻ പറ്റിയിട്ട് കട്ടറിനെ ഡ്രൈവ് ചെയ്യാൻ പാകത്തിന് ക്രാങ്ക് അല്ലെങ്കിൽ വീൽസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ ഇത് പ്രധാനമായിട്ടും യൂസ് ചെയ്യുന്നത് എന്തിനാണ് ചോദിച്ചു കഴിഞ്ഞാൽ, ബിവൽ കട്ടിംഗ് അല്ലെങ്കിൽ സ്ട്രെയിറ്റ് ലൈൻ കട്ടിങ്ങിന് വേണ്ടിയിട്ടാണ് എന്ത് മാനുവലി ഡ്രിവൺ കട്ടിംഗ് മെഷീൻസ് സാധാരണയായിട്ട് നോർമലി എന്ത് ചെയ്യുന്നുണ്ടാവും, യൂസ് ചെയ്യുന്നുണ്ടാവും. ഓക്കെ, അതുപോലെ തന്നെ ഈ സിസ്റ്റം ഓഫ് ലിങ്ക്സ് ഓർ റോഡ്സ് വിച്ച് ആർ യൂസ്ഡ് വിത്ത് ദ മെഷീൻസ് ആൻഡ് ബൈ വിച്ച് സിമ്പിൾ സർക്കിൾസ്, എലിപ്സ്, സ്ക്വയർസ് എക്സെട്ര ക്യാൻ ആൾസോ ബി കട്ട്. സോ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത് പോലെ തന്നെ സർക്കിൾസ്, എലിപ്സ് അങ്ങനെയുള്ള കാര്യങ്ങൾ, സ്ക്വയർസും കാര്യങ്ങളൊക്കെ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടും യൂസ് ചെയ്യും. ഓക്കെ, അപ്പോൾ അത്ര സിമ്പിളായിട്ട് നമുക്ക് ഓർത്തിരിക്കാവുന്നേ ഉള്ളൂ. ഇനി അതിന്റെ ദ സ്പീഡ് ഓഫ് ദ മാനുവലി ഓപ്പറേറ്റഡ് കട്ടിംഗ് മെഷീൻ ഈസ് ലയബിൾ ടു വേരിയേഷൻ ആൻഡ് ദ റേഞ്ച് ഓഫ് സ്പീഡ് ആൾസോ ലിമിറ്റഡ്. അപ്പോൾ ഈ ഒരു മാനുവലി ഓപ്പറേറ്റഡ് കട്ടിംഗ് മെഷീൻസിന്റെ സ്പീഡ് എന്ന് പറയുന്നത് ലിമിറ്റഡ് ആയിരിക്കും. അതുപോലെ തന്നെ ഇതിന്റെ എന്താ പറയുക, ഈ കട്ടിംഗ് മെഷീന്റെ റേഞ്ച് എന്ന് പറയുന്നത്, കട്ടിംഗ് മെഷീൻ ഈസ് ലയബിൾ ടു വേരിയേഷൻ ആൻഡ് ദ റേഞ്ച് ഓഫ് സ്പീഡ് ഈസ് ലിമിറ്റഡ്. ആ സ്പീഡ് റേഞ്ചസ് ലിമിറ്റഡ് ആയിരിക്കും എന്നുള്ളതും എന്ത് ചെയ്യുക, ഓർത്തിരിക്കുക. അടുത്തത് ഇലക്ട്രിക്കലി ഡ്രിവൺ കട്ടിംഗ് മെഷീൻസ് ആണ്. സോ അതിന്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ, ദർ ആർ 2 ടൈപ്പ് ഓഫ് മെഷീൻസ് അവൈലബിൾ ആണ്. ഒന്ന് പോർട്ടബിൾ മെഷീൻസ് ആണ്, രണ്ടാമത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റാറ്റിക് മെഷീൻസ് ആണ്. സോ അപ്പോൾ പോർട്ടബിൾ മെഷീൻസ് എന്താണെന്ന് നോക്കാം. ആൻഡ് ഇലക്ട്രിക്കലി ഡ്രിവൺ പോർട്ടബിൾ കട്ടിംഗ് മെഷീൻസ് ജനറലി, അപ്പോൾ ഒരു ഇലക്ട്രിക്കലി ഡ്രിവൺ പോർട്ടബിൾ മെഷീൻസിൽ കട്ടിംഗ് എന്താണ് കൺസിസ്റ്റ് ആയിട്ടുള്ളത് അടങ്ങിയിരിക്കുന്നത് എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കട്ടിംഗ് ഇൻസ്ട്രുമെന്റ്, അതുപോലെ ക്യാരേജ്, ഗൈഡ് എന്നിവ ഉണ്ടായിരിക്കും. ഈ ക്യാരേജിൽ എന്ന് പറഞ്ഞാൽ കൺസിസ്റ്റിംഗ് വേരിയബിൾ സ്പീഡ് മോട്ടോർസ് ഈ ക്യാരേജിൽ ഉണ്ടായിരിക്കും. ഗൈഡിനകത്ത് ഒരു ഗൈഡ് ക്യാരേജിനെ ഗൈഡ് ചെയ്യുന്നു.
So this machine can be used for straight line cutting, bevel cutting, circular cutting and profile cutting. So നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ bevel cutting, straight line cutting ഇവിടെയും വരുന്നുണ്ട്. then അതുപോലെ തന്നെ circular cutting and profile cutting. so എല്ലാ തരത്തിലുള്ള ഒരു കട്ടിങ്ങും എന്ത് ചെയ്യുന്നുണ്ട്, ഇത് വെച്ചിട്ട് നമുക്ക് കണ്ടിന്യൂ ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. സോ അതിന്റെ ഫിഗറും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട് ഇവിടെ പറയുന്നുണ്ട്. ഓക്കെ, then അടുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ provision is also made enable full adjustment of the cutting head carried out over the cutting area. then the electrical control unit fit ചെയ്ത carriage shown figure, അതായത് ഇലക്ട്രിക്കൽ കൺട്രോൾ യൂണിറ്റ്, അതായത് കാരേജിൽ ഫിറ്റ് ചെയ്തിട്ടുള്ള ഇലക്ട്രിക്കൽ കൺട്രോൾസും അവയുടെ പേരുകളും വിവരങ്ങളും ഒക്കെ എന്ത് ചെയ്തിരിക്കുന്നു ഈ ഒരു ഫിഗറിനകത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ PSCന്റെ കാര്യത്തിൽ ഫിഗർ എന്നിട്ടുള്ള പാർട്സുകളുടെ ചോദ്യങ്ങൾ ഉണ്ടാകുമോ എന്നുള്ളത് കറന്റ് എന്താണ് ഒരു ചില ഒരുപാടൊന്നും ഇല്ല. ഈ CBT എക്സാംസിലൊക്കെ ആകുമ്പോഴാണ് പ്രധാനമായിട്ട് അങ്ങനെ വരുന്നത്. എന്നിരുന്നാലും നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ മറ്റ് എക്സാംസിന് പ്രിപ്പയർ ചെയ്യുന്ന സമയത്തും ഉപകാരപ്പെടും. അപ്പോൾ അത് നോട്ട് ചെയ്ത് വെച്ചേട്ടോ. then the speed of an electricity driven machines when it is constant and normally is able to produce better cut than manually driven machines എന്നുള്ളത് ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട് പറയുന്നുണ്ട്. പിന്നെ അടുത്ത ഇവിടെ പറയുന്നതാണ് ഫിഗർ നമ്പർ 5 ഉള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുക, ജസ്റ്റ് ആയിട്ടൊന്നും എന്ത് ചെയ്യുക വായിച്ച് ചെയ്യുക. അപ്പോൾ ഈ സ്പീഡ് ഓഫ് ആൻ ഇലക്ട്രിസിറ്റി ഡ്രിവൺ മെഷീൻ എന്ന് പറയുന്നത് എന്താണ്, കൺസ്റ്റന്റ് ആയിരിക്കും. സാധാരണയായിട്ട് നമ്മുടെ മാനുവലി ഡ്രൈവൺ മെഷീൻസിനേക്കാളും ബെറ്റർ കട്ട്സ് നമ്മുടെ ഈ ഒരു ഇലക്ട്രിക്കലി ഡ്രൈവൺ മെഷീൻസിന് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് കഴിയുന്നുണ്ടാവും. പിന്നെ എന്ന് പറഞ്ഞാൽ സ്പീഡ് റേഞ്ച് കമ്പയർ ചെയ്യുന്ന സമയത്തും അത് ഇലക്ട്രിക്കലി ഡ്രൈവൺ മെഷീൻസിന് മാനുവലിനേക്കാളും കൂടുതലായിരിക്കും. അപ്പോൾ അതിന്റെ അഡ്ജസ്റ്റ്മെന്റ് ആക്യുറേറ്റ് ആയിട്ട് സെറ്റ് ചെയ്യുന്ന കാര്യങ്ങളായിരുന്നാൽ അങ്ങനെ തന്നെയാണ്. അപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് വായിച്ചു. അതുപോലെ തന്നെ അടുത്ത പോയിന്റ് മൾട്ടിപ്പിൾ കട്ടിംഗ് ഹെഡ് ക്യാൻ ബി മൗണ്ടഡ് ടു ഇൻക്രീസ് ദ വോളിയം ഓഫ് കട്ടിംഗ്. അതുപോലെ തന്നെ അപ്പോൾ മൾട്ടിപ്പിൾ കട്ടിംഗ് ഹെഡ്സ് എന്ന് പറയുന്നത് എന്താണ്, മൗണ്ട് ചെയ്യുക ഇൻക്രീസ് ദ വോളിയം കട്ടിംഗ്, വോളിയം ഇൻക്രീസ് ചെയ്യുന്ന ഈ കട്ടിംഗ് ഹെഡ്സ് എന്ന് പറയുന്നത് മേ ബി മൗണ്ടഡ് ഓൺ അഡ്ജസ്റ്റബിൾ ബാർ എക്സ്റ്റെൻഡിങ് ദ എയ്തർ സൈഡ് ഓഫ് ദ ട്രാക്ക് അറ്റ് 90 ഡിഗ്രി ടു ദ ഡയറക്ഷൻ ഓഫ് ട്രാവൽ. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക വായിച്ചു വിടുക. ഇനി അടുത്തത് പ്രിൻസിപ്പിൾ ഓഫ് ഗ്യാസ് കട്ടിംഗ് ആണ്. പ്രിൻസിപ്പിൾ ഓഫ് ഗ്യാസ് കട്ടിംഗ് ഗ്യാസ് കട്ടിങ്ങിന്റെ പ്രിൻസിപ്പിൾ ആണ്. അപ്പോൾ ഈ പ്രിൻസിപ്പിൾസ് ഒക്കെ ചില സമയങ്ങളിൽ എന്ത് ചെയ്യാറുണ്ട് എക്സാംസിന് ചോദ്യമായിട്ട് വരാറുണ്ട്. അപ്പോൾ അതുകൂടി നമുക്കൊന്ന് പരിശോധിക്കാം. പിന്നെ ദെൻ കുറച്ച് ടോപ്പിക്സ് കൂടി ഇതിനകത്ത് എന്ത് ചെയ്യാനുണ്ട് നോക്കാനായിട്ടുണ്ട്. അപ്പോൾ കുറച്ച് വേഗത്തിൽ നമ്മളൊന്ന് ഓടിച്ച് വിടാനായിട്ട് പോവുകയാണ് കേട്ടോ. പ്രിൻസിപ്പിൾ ഓഫ് ഗ്യാസ് കട്ടിങ് എന്താണെന്ന് നോക്കാം. വെൻ ഫെറസ് മെറ്റൽ ഈസ് ഹീറ്റഡ് ടു റെഡ് ഹോട്ട് കണ്ടീഷൻ ആൻഡ് ദെൻ എക്സ്പോസ്ഡ് ടു പ്യുവർ ഓക്സിജൻ, എ കെമിക്കൽ റിയാക്ഷൻ ടേക്ക് പ്ലേസ് ബിറ്റ്വീൻ ദ ഹീറ്റഡ് മെറ്റൽ ആൻഡ് ഓക്സിജൻ. അവിടെ എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു ഫെറസ് ലോഹം എന്ത് ചെയ്യുന്നു, ഒരു റെഡ് ഹോട്ട് കണ്ടീഷനിലേക്ക് എത്തിക്കുന്നു. റെഡ് ഹോട്ട് കണ്ടീഷൻ എന്ന് പറയുമ്പോൾ ചുട്ടുപഴുത്ത അവസ്ഥയിലേക്ക് ചൂടാക്കുന്നു. സോ അങ്ങനെ ചൂടാക്കുന്ന സമയത്ത് അവിടെ എന്ത് ചെയ്യുന്നു, എക്സ്പോസ് ടു പ്യുവർ ഓക്സിജൻ, അവിടെ അത് ശുദ്ധമായിട്ടുള്ള പ്യുവർ ആയിട്ടുള്ള ഓക്സിജനുമായിട്ട് എക്സ്പോസ് ചെയ്യുന്ന സമ്പർക്കം പുലർത്തുകയും ചെയ്യുന്നു. അങ്ങനെ ഈ ഒരു ചൂടാക്കിയിട്ടുള്ള അഥവാ ചുട്ടുപഴുത്തിട്ടുള്ള ആ ഒരു മെറ്റൽസും ഓക്സിജനും തമ്മിൽ ഒരു കെമിക്കൽ റിയാക്ഷൻ സംഭവിക്കുകയാണ്. ഓക്കെ, ഡ്യൂ ടു ദിസ് ഓക്സിഡൈസേഷൻ റിയാക്ഷൻ ആ ലാർജ് എമൗണ്ട് ഓഫ് ഹീറ്റ് പ്രൊഡ്യൂസ്ഡ് ആൻഡ് കട്ടിംഗ് ആക്ഷൻ ടേക്ക് പ്ലേസ്. അങ്ങനെ ഈ പറയുന്ന രീതിയിലുള്ള ഒരു കെമിക്കൽ ഓക്സിഡൈസേഷൻ കാരണം വലിയ അളവിൽ താപം ഉൽപ്പാദിപ്പിക്കപ്പെടുകയും അവിടെ കട്ടിംഗ് പ്രവർത്തനം നടക്കുകയും ചെയ്യുന്നു. സോ ഇതാണ് ഇതിന്റെ ബേസിക് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. എന്താണ് ഇതിന്റെ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്, when a ferrous metal is heated to red hot condition and then exposed to pure oxygen, a chemical reaction takes place between the heated metal and oxygen. Due to this oxidation reaction, a large amount of heat is produced and cutting action is take place. മനസ്സിലാക്കി വെച്ചേക്കുക. ഒരു ഫെറസ് മെറ്റൽസിനെ നമ്മൾ എന്താണ് നല്ല ചൂടുള്ള അവസ്ഥയിലേക്ക് അഥവാ റെഡ് ഹോട്ട് കണ്ടീഷനിലേക്ക് ചുട്ടുപഴുത്ത അവസ്ഥയിലേക്ക് ചൂടാക്കുന്ന സമയത്ത് അത് പ്യുവർ ഓക്സിജനുമായിട്ട് എന്തായിരുന്നു എക്സ്പോസ് ചെയ്യുകയും കോണ്ടാക്റ്റിൽ വരികയും ചെയ്യുന്നു. അങ്ങനെ സമ്പർക്കം പുലർത്തുകയും ചെയ്യുന്ന സമയത്ത് ആ ഒരു ഹോട്ട് ആയിട്ടുള്ള മെറ്റൽസും ഓക്സിജനും തമ്മിൽ ഒരു കെമിക്കൽ റിയാക്ഷൻ നടക്കുന്നു. ഈ ഒരു കെമിക്കൽ റിയാക്ഷൻ വഴി എന്ത് ചെയ്യുന്നു, വലിയ അളവിൽ തന്നെ എന്താണ് ഹീറ്റ് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു. അങ്ങനെ ആ ഒരു കട്ടിംഗ് ഓപ്പറേഷൻ നടക്കുകയും ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് ഇവിടുത്തെ എന്തെന്ന് പറയുന്നത് ആ ഒരു പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. അടുത്ത് നോക്കാം. അടുത്ത പോയിന്റ്, when a piece of wire with a red hot tip is placed in a container of pure oxygen, it's burned into the flame immediately and is completely consumed. Figure number 6 illustrated in this reactions. അതായത് ഒരു എന്താ പറയാ റെഡ് ഹോട്ട് അതായത് ചുട്ടുപഴുത്ത അവസ്ഥയിലുള്ള ടിപ്പോട് കൂടിയിട്ടുള്ള ഒരു വയർ പീസസിനെ പ്യുവർ ഓക്സിജൻ കണ്ടെയ്നറിനകത്തേക്ക് പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ എന്ത് ചെയ്യുന്നു, അത് ഇമ്മീഡിയറ്റ് ആയിട്ട് അതൊരു പൊട്ടിത്തെറിക്ക് കാരണമാവുകയും കംപ്ലീറ്റ് ആയിട്ട് കൺസ്യൂം ആവുകയും ചെയ്യുന്നുണ്ടാകും. ഫിഗർ നമ്പർ 6 അത് കാണിച്ചിരിക്കുന്ന റിയാക്ഷൻ കാണിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത്. ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇവിടെ എന്താണ്, ഇതൊരു പ്യുവർ ഓക്സിജൻ കണ്ടെയ്നർ ആണ്. ഈ കണ്ടെയ്നറിനകത്തേക്ക് ചുട്ടുപഴുത്ത ടിപ്പോട് കൂടിയിട്ടുള്ള റെഡ് ഹോട്ട് കണ്ടീഷനുള്ള ടിപ്പോട് കൂടിയിട്ടുള്ള ഒരു വയറിനെ ഇറക്കി
ഇറക്കി വെക്കുകയും സ്റ്റീൽ വയർ വിത്ത് റെഡ് ഹോട്ട് ടിപ്പ് ഇറക്കി വെക്കുന്നു. സോ അപ്പോൾ എന്ത് ചെയ്യുന്നതായിട്ട് കാണാം, ഓക്സിഡൈസേഷൻ റിയാക്ഷൻ അവിടെ സംഭവിക്കുന്നതായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, കാണിച്ചിട്ടുണ്ട്. സോ ഈ ഒരു സമാനമായ രീതിയിൽ തന്നെ എന്ത് ചെയ്യാം, സിമിലർലി ഓക്സി അസെറ്റിലിൻ കട്ടിങ് ദ കോമ്പിനേഷൻ ഓഫ് ഈ ഒരു ഓക്സി അസെറ്റിലിൻ കട്ടിങ്ങിലും ഈ റെഡ് ഹോട്ട് മെറ്റൽ ആൻഡ് പ്യൂർ ഓക്സിജൻ കോസസ് റാപ്പിഡ് ബേണിംഗ് ആൻഡ് അയൺ ഇൻ അയൺ ഓക്സൈഡ്. സോ സമാനമായ രീതിയിൽ തന്നെ റെഡ് ഹോട്ട് മെറ്റൽസിന്റെയും പ്യൂർ ഓക്സിജന്റെയും ആ ഒരു കോമ്പിനേഷൻ എന്ന് പറയുന്നത് വളരെ വേഗത്തിലുള്ള ഒരു പൊട്ടിത്തെറിക്കും. അതുപോലെ അയൺ എന്ത് ചെയ്തു, അയൺ ഓക്സൈഡ് ആയിട്ട് അല്ലെങ്കിൽ ഓക്സിഡൈസേഷനൽ ചേഞ്ചസിനും എന്ത് ചെയ്യുന്നുണ്ട്, കാരണമാകുന്നുണ്ട് അല്ലെങ്കിൽ സംഭവിക്കുന്നുണ്ട്. ബൈ ദിസ് കണ്ടിന്യൂസ് പ്രോസസ് ഓഫ് ഓക്സിഡൈസേഷൻ ഓഫ് ദ മെറ്റൽ ക്യാൻ ബി കട്ട് ത്രൂ വെരി റാപ്പിഡ്ലി എന്ന് എന്ത് ചെയ്തിട്ടുണ്ട്, ഇവിടെ പറയുന്നുണ്ട്. അതിനാൽ കട്ടിംഗ് ടോർച്ചിൽ നിന്ന് വരുന്ന by this continuous process of oxidization the metal can be cut through very rapidly എന്നും എന്ത് ചെയ്തിട്ടുണ്ട്, ഈ ഒരു ഭാഗത്ത് തന്നെ പറയുന്നുണ്ട്. അതായത് ഈ കണ്ടിന്യൂസ് പ്രോസസ്സിലൂടെ എന്ത് ചെയ്യുന്നു, നമുക്ക് മെറ്റൽസിനെ ഓക്സിഡേഷൻ പ്രോസസ്സിനെ മെറ്റലിനെ നമുക്ക് വളരെ റാപ്പിഡായിട്ട് കട്ടിങ് ചെയ്യുവാൻ വേണ്ടിയിട്ട് സാധിക്കുന്നുണ്ടാവും. ഇതൊക്കെ തന്നെയാണ് എന്തെന്ന് പറയുന്നത്, ഇതിൻ്റെ ആ ഒരു പ്രോസസ്സ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഇതിൻ്റെ ആ ഒരു പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. അടുത്തത് ദ അയൺ ഓക്സൈഡ് ഈസ് ലെസ് ഇൻ വെയിറ്റ് ദാൻ ബേസ് മെറ്റൽ. അപ്പോൾ ഈ അയൺ ഇതെന്ന് പറയുന്നത് അയൺ എന്താ പറയുക, the iron oxide is less weight than base metal. ബേസ് മെറ്റൽസിനെ അയൺ ഓക്സൈഡിന് ബേസ് മെറ്റലിനേക്കാളും ലെസ് വെയിറ്റ് ആണ് ഉണ്ടായിരിക്കുന്നത്. ഓക്കെ. Also the iron oxide is molten condition called slag. So the jet of oxygen coming from the cutting torch will blow the melting slag away from the metal making gap is called kerf. kerf എന്ന് പറയുന്ന പോയിന്റ് വളരെ ഇമ്പോർട്ടൻ്റ് തന്നെയാണ്. അപ്പോൾ ഇതിനകത്ത് പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇരുമ്പ് അയിരുകളിലെ അയൺ ഓറുകൾ സ്ലാഗ് എന്നറിയപ്പെടുന്ന മോൾട്ടൻ ആയിട്ടുള്ള ഒരു അവസ്ഥയിലാണ് കാണപ്പെടുന്നത്. അതിനാൽ ഈ കട്ടിംഗ് ടോർച്ചിൽ നിന്ന് വരുന്ന ഓക്സിജന്റെ ഈ ഒരു ധാര എന്ന് പറയുന്നത് ഈ മോൾട്ടൻ ആയിട്ടുള്ള സ്ലാഗിൽ ലോഹത്തിൽ കെർഫ് എന്ന് പറയുന്ന ഒരു ഗ്യാപ്പ് ഉണ്ടാക്കുന്നു. ഓക്കെ, അതാണ് അവിടെ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ. ആൾസോ ദ അയൺ ഓക്സൈഡ് ഈസ് മോൾട്ടൻ കണ്ടീഷൻ കാർഡ് സ്ലാഗ്. അവർ അയൺ ഓക്സൈഡ് മോൾട്ടൻ കണ്ടീഷൻ ആകുമ്പോൾ അതിനെ സ്ലാഗ് എന്ന് പറയാം, നോട്ട് ചെയ്തോളുക. സോ ആ ജെറ്റ് ഓഫ് ഓക്സിജൻ കമ്മിങ് ഫ്രം ദ കട്ടിംഗ് ടോർച്ച് വിൽ ബ്ലോ ദ മോൾട്ടൻ സ്ലാഗ് away from the metal making gap is called kerf. ആ ഒരു പോയിന്റ് കൂടി നോട്ട് ചെയ്യുക. ഓക്കെ. ഇനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ നമുക്ക് നോക്കാനുള്ള പോയിന്റ് നമ്പർ ഓഫ് പ്രീഹീറ്റിംഗ് ഓറിഫേസ് ഇൻ കട്ടിംഗ് ടോർച്ച് ടിപ്പ്, അതുപോലെ തന്നെ ആ ഒരു പ്രീഹീറ്റിങ്ങിനുള്ള ഡിഗ്രി, അതുപോലെ ആപ്ലിക്കേഷൻ എന്നിവയാണ്. സോ ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ട്, ആ ടോർച്ചിങ് ടിപ്പ് നമ്പർ എന്ത് ചെയ്തിട്ടുണ്ട് 2 ആണ്. അവിടെ ഡിഗ്രി ഓഫ് പ്രീഹീറ്റിംഗ് മീഡിയം ഫോർ സ്ട്രെയിറ്റ് ലൈൻ ഓർ സർക്കുലർ കട്ടിംഗ് ക്ലീൻ പ്ലേറ്റ്സ്. അതുപോലെ തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്, ഓരോന്നും കാണിച്ചിട്ടുണ്ട്. അതിൻ്റെ ആപ്ലിക്കേഷൻസും ഡിഗ്രി ഓഫ് പ്രീഹീറ്റ്നെസ്സും ആപ്ലിക്കേഷൻസും അവിടെ കാണിച്ചിട്ടുണ്ട്. അതൊന്ന് നോട്ട് ചെയ്ത് വെച്ചിരിക്കുക. അത്രയും ആ ഒരു ബോക്സും നോട്ട് ചെയ്ത് വെച്ചേക്കുക. അടുത്ത ഓക്സി അസെറ്റിലിൻ ഹാൻഡ് കട്ടിംഗ്, പിയേഴ്സിംഗ് ഹോൾ ആൻഡ് പ്രൊഫൈൽ കട്ടിംഗ് എന്നുള്ളതാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ള ടോപ്പിക്ക്. ഇവിടെ നോക്കുക, സ്പെഷ്യൽ പർപ്പസ് നോസിലാണ്. സ്പെഷ്യൽ പർപ്പസിന് വേണ്ടിയിട്ടുള്ള നോസിൽ ഫോർ പ്രൊഫൈൽ കട്ടിങ് എന്ന് പറഞ്ഞാൽ വ്യത്യസ്തമായിട്ടുള്ള പ്രൊഫൈൽസ് ഉണ്ടായിരിക്കില്ല. അങ്ങനെ പ്രൊഫൈൽ കട്ടിങ് വേണ്ടിയിട്ട് ഡിഫറെന്റ് ടൈപ്പ് ഓഫ് നോസിൽ ആർ യൂസ്ഡ് ഫോർ കട്ടിങ് മെറ്റൽസ്. ഡിഫറെന്റ് ഷേപ്പ്, വ്യത്യസ്ത ഷേപ്പുള്ള മെറ്റലിനെ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ വ്യത്യസ്ത ഷേപ്പുള്ള നോസിൽസുകൾ യൂസ് ചെയ്യാറുണ്ട്. നോസിൽ യൂസ്ഡ് ഫോർ കട്ടിങ് പ്രൊഫൈൽസ് ആർ ഷോൺ ഫിഗർ. അപ്പം അങ്ങനെ നമ്മൾ വ്യത്യസ്തമായിട്ട് യൂസ് ചെയ്യുന്ന നോസിലാണ് റിവറ്റ് കട്ടിങ്ങിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്, പ്ലേറ്റ് കട്ടിങ്ങിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്, റിവറ്റ് ബ്ലോയിങ് ആൻഡ് മെറ്റൽ വാഷിങ്. അങ്ങനെ വ്യത്യസ്തമായിട്ട് യൂസ് ചെയ്യുന്ന എന്താണ് ആ ഒരു ബ്ലോ പൈപ്പുകൾ, വ്യത്യസ്ത ഷേപ്പുള്ള നോസിൽസുകൾ എന്ത് ചെയ്തിട്ടുണ്ട്, അവിടെ കാണിച്ചിട്ടുണ്ട്. ദെൻ കട്ടിംഗ് ടോർച്ചിനെ കുറിച്ചിട്ടാണ് അടുത്ത പറയുന്നത്. കട്ടിംഗ് ടോർച്ച് എന്ന് പറയുന്നതാണ് അടുത്തത്. ഫിഗർ നമ്പർ 8, oxygen and fuel gas are mixed and then the gas is carried to the tip of the orifice from preheat flames. If oxygen carried out directly to the tip, it oxides the metal and blow away from the cut. അപ്പോൾ അടുത്തത് മെത്തേഡ് ഓഫ് പിയേഴ്സിങ് എ ഹോൾ എന്നുള്ളതാണ്. പിയേഴ്സിങ് എന്ന് പറഞ്ഞാൽ എന്താണ്, പിയേഴ്സിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നമ്മൾ പിയേഴ്സിങ് എന്ന് പറയുന്ന ആ വേർഡ് എന്ന് പറയുന്നത് ഒരു തുളയ്ക്കുക എന്നുള്ളതൊക്കെയാണ്. ഇപ്പോൾ പെനട്രേഷൻ എന്ന് പറയുമ്പോൾ തുളച്ചുക എന്ന് പറയും. അതേപോലെ തന്നെ പിയേഴ്സിങ് എന്ന് പറയുമ്പോഴും ഈ തുളയ്ക്കുക എന്നുള്ളതൊക്കെയാണ് അവിടെ എന്ത് ചെയ്യുന്നത്, മലയാളം വേർഡായിട്ട് വരുന്നുണ്ടാകുക. സോ മെത്തേഡ് ഓഫ് പിയേഴ്സിങ് ഹോൾ എന്ന് പറഞ്ഞാൽ ഒരു ഹോൾ തുളയ്ക്കുന്ന ഒരു മെത്തേഡ് എന്ന് നമുക്ക് എന്ത് ചെയ്യാം, ഒരു ദ്വാരം തുളയ്ക്കുന്ന രീതി അല്ലെങ്കിൽ മെത്തേഡ് എന്നൊക്കെ നമുക്ക് ഒരു മലയാളത്തിൽ നമുക്ക്. അപ്പോൾ ഈ ഒരു മെത്തേഡ് ഓഫ് ഈ ഒരു ഹോൾ പിയേഴ്സിങ് ചെയ്യാനുള്ള മെത്തേഡ്
മെത്തേഡ് എന്ന് പറയുന്നത് അത്ര നമ്മൾ ജസ്റ്റ് ഒന്ന് വായിച്ചിരുന്നാൽ മാത്രം മതി. അതായത് ഹോൾഡ് ദ കട്ടിംഗ് ബ്ലോ പൈപ്പ് അറ്റ് റൈറ്റ് ആംഗിൾ ഓൺ ദ പോയിന്റ് വെർ ദ ഹോൾ ഇസ് ടു ബി മെയ്ഡ്. അത് ഹോൾ നിർമ്മിക്കപ്പെടാനുള്ള ഒരു സ്ഥലത്തിലെ ആ ഒരു പോയിന്റിൽ നിന്നും നമ്മൾ ഒരു റൈറ്റ് ആംഗിളിലേക്ക് ബ്ലോ പൈപ്പിനെ ഹോൾഡ് ചെയ്യണം. അതിനുശേഷം ദ പോയിന്റ് വിൽ ബി ബ്രൈറ്റൻഡ്, റിലീസ് ദ കട്ടിംഗ് ഓക്സിജൻ സ്ലോലി. അപ്പോൾ ആ ഒരു പോയിന്റ് കൃത്യമായിട്ട് ബ്രൈറ്റൻ ചെയ്തിട്ട് ആ ഒരു ഓക്സിജൻ ആ ഒരു കട്ടിംഗ് ഓക്സിജൻ എന്താണ് സ്ലോലി റിലീസ് ചെയ്യണം. അതിനുശേഷം റൈസ് ടോർച്ച് ഒന്ന് റൈസ് ചെയ്യുക. ടിൽറ്റ് ദ നോസിൽ സ്ലൈഡ്ലി ദ ലെഫ്റ്റ് ആൻഡ് റൈറ്റ് ഡയറക്ഷൻ സോ ദ സ്പാർക്ക് മേ ബി നോട്ട് ഫ്യൂൽ ദ നോസിൽ, ദസ് ഹോൾ മേ ബി പിയേഴ്സ്ഡ്. അതിനുശേഷം എന്ത് ചെയ്യുക, ആ ഒരു ടോർച്ച് ചെറുതായിട്ട് റൈസ് ചെയ്തതിന് ശേഷം ആ ഒരു നോസിലിന് ചെറുതായിട്ട് ലെഫ്റ്റിലും റൈറ്റിലേക്കുമായിട്ട് ആ ഒരു ഡയറക്ഷനിലേക്ക് ടിൽറ്റ് ചെയ്ത് അല്ലെങ്കിൽ ചരിച്ചു കൊടുത്തിട്ട് ആ ഒരു ചരിച്ചു കൊടുക്കുന്ന സമയത്ത് എന്ത് ചെയ്യുന്നു, ആ സ്പാർക്ക് നോട്ട് ഫ്യൂൽ ദ നോസിൽ. സോ അങ്ങനെ എന്ത് ചെയ്യാം, നമുക്ക് ആ ഒരു ഹോൾ പിയേഴ്സ് ചെയ്യാം. അങ്ങനെ ഒരു രീതിയിലാണ് ഇതിവിടെ പറഞ്ഞു പോയിരിക്കുന്നത്. അത് ജസ്റ്റ് ബാക്കി പോയിന്റുകൾ കൂടെയൊക്കെ വന്ന് വായിച്ചു നോക്കുക, ഫിഗറും കാര്യങ്ങളൊക്കെ നോക്കുക. അത്രയൊക്കെ തന്നെയുള്ളൂ എന്ത് ചെയ്യുന്നുള്ളത് അവിടെ പറയുന്നതായിട്ടുള്ളത്. പിന്നെ ഇവിടെ നെയിം ആൻഡ് ഫംഗ്ഷൻ ഓഫ് ദ പാർട്ട് ഓഫ് ദ കട്ടിംഗ് ടോർച്ച്. അപ്പോൾ ആ ഒരു കട്ടിംഗ് ടോർച്ചിന്റെ പേരുകളും അവയുടെ ഫംഗ്ഷൻസും ഒക്കെയാണ് കൊടുത്തിട്ടുള്ളത്. ഫിഗർ നമ്പർ 9 പാർട്സുകളുണ്ട്, പിന്നെ അതിന്റെ പേരുകളും അവയുടെ ഫംഗ്ഷൻസും ഓരോന്നായിട്ട് ഇവിടെ പറയുന്നുണ്ട്. ഇമ്പോർട്ടന്റ് ആണ് അസറ്റൈലിൻ ഗ്യാസ് വാൽവ്, ഓക്സിജൻ റെഗുലേറ്റർ, അസറ്റൈലിൻ ഗ്യാസ്, അങ്ങനെ ഇത് പറയുന്നുണ്ട്. അപ്പോൾ അസറ്റൈലിൻ ഗ്യാസ് വാൽവ് എന്ന് പറയുമ്പോഴത്തേക്കും അഡ്ജസ്റ്റ് ദ ഫ്ലോ ഓഫ് റേറ്റ് ഓഫ് അസറ്റൈലിൻ ഗ്യാസ്, ഓക്സിജൻ റെഗുലേറ്റർ ടു കണക്ട് വിത്ത് അസറ്റൈലിൻ ഗ്യാസ് ഫോഴ്സ്. അപ്പോൾ ഈ ഒരു ഇത് ബോക്സ് എന്ന് പറയുന്നത് വളരെ അത്യധികം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ് തന്നെയാണ്. നിങ്ങൾക്ക് വായിച്ചു നോക്കാനും പഠിക്കാനും മാത്രമേ ഉള്ളൂ. കാരണം നമ്മൾ നേരത്തെ എന്താണ് ഗ്യാസ് വെൽഡിങ്ങിന്റെ പ്രോസസ്സിൽ പറഞ്ഞില്ലേ, അപ്പോൾ അതേപോലെയുള്ള എന്താ പറയാ പാർട്സുകളൊക്കെ തന്നെ ഉള്ളൂ. പിന്നെ കുറച്ച് അധികമായിട്ട് വരുന്നുണ്ട്. ഇപ്പം എന്താ പറയാ, ഒരു കട്ടിംഗ് ഓക്സിജൻ വാൽവ്, ഇൻജെക്ടർ എന്നൊക്കെ പറയുന്നത്, ഇൻജെക്ടർ ടു മിക്സ് ദ അസറ്റൈലിൻ ഗ്യാസ് വിത്ത് ഓക്സിജന്, അങ്ങനെയൊക്കെ പറയുന്ന കുറച്ച് പോയിന്റുകൾ കൂടെ ഒക്കെ വരുന്നുണ്ടാവും. അതൊക്കെ എന്ത് ചെയ്യുക, നോക്കി വെക്കുക, പഠിക്കുക. ഓക്കെ, അപ്പോൾ അത് പ്രത്യേകിച്ച് പറഞ്ഞ് നമ്മൾ സമയം കളയേണ്ട ഒരു ടോപ്പിക് ആയിട്ടൊന്നുമില്ല. ഓക്കെ, പിന്നെ അടുത്തത് കെയർ ആൻഡ് മെയിൻ്റനൻസ് ആണ്. അതെന്താണ്, ദ കട്ടിംഗ് ഓക്സിജൻ ഓറിഫേസ് ഷുഡ് ബി ക്ലീൻഡ് അറ്റ് റെഗുലർ ഇന്റർവൽസ് ബൈ യൂസിങ് ഡിഫറെന്റ് സൈസ് വയർ ഓർ നോസിൽ ക്ലീനർ. വ്യത്യസ്ത സ്ഥല വയർ അല്ലെങ്കിൽ നോസിൽ ക്ലീനർ ഉപയോഗിച്ചുകൊണ്ട്, അത് വായിക്കുമ്പോൾ തന്നെ മനസ്സിലാവുമല്ലോ, ക്ലീൻ ചെയ്യുക, ഓറിഫേസ് ക്ലീൻ ചെയ്യുക എന്നുള്ളതേ ഉള്ളൂ. ഓക്കെ, ദെൻ നമുക്ക് ട്രബിൾ ഷൂട്ടിംഗ് എന്ന് പറഞ്ഞിട്ട്, അതായത് ഇപ്പം ഓരോ ഒബ്ജക്റ്റും അതിൻ്റെ ട്രബിൾസ് അഥവാ ഓരോ പ്രശ്നങ്ങളും, അതുപോലെ തന്നെ അത് എങ്ങനെ പരിഹരിക്കാം, അതെങ്ങനെ ഐഡന്റിഫൈ ചെയ്യാം തുടങ്ങിയുള്ള കാര്യങ്ങളാണ് പറയുന്നത്. ഫോർ ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. ഇപ്പൊ ടോർച്ച് എന്ന് പറയുന്നത്, ഓക്കെ, ടോർച്ച് എന്ന് പറയുന്നത് ഇഗ്നിറ്റിംഗ് പുറത്തേക്ക് വരുന്നത്. അപ്പോൾ അവിടെ ഗ്യാസ് ലീക്കേജ് എന്ന് പറയുന്നത് ഒരു ട്രബിൾ ആണ്, ഒരു പ്രശ്നമാണ്. അതുപോലെ തന്നെ സെക്ഷൻ ഓഫ് അസറ്റിൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ പ്രീഹീറ്റിംഗ് ഫ്ലെയിം ഷേപ്പ്, ഇതൊക്കെ എന്ന് പറയുന്നതാണ് അതിന്റെ ട്രബിൾ എന്ന് പറയുന്നത്. സോ അപ്പോൾ എന്ന് പറയുന്നത് പാർട്ട് ടു ബി, അപ്പോൾ ഹോസ് ജോയിനിലാണ്, അല്ലെങ്കിൽ ഇവിടെ എന്ന് പറയുന്നത് വാൽവ് ആൻഡ് റെഗുലേറ്ററിലാണ്, കട്ടിംഗ് ടിപ്പ് അറ്റാച്ചിങ് പാർട്ട് ഇൻജെക്ട്. അപ്പോൾ ഇതെന്ന് പറയുമ്പോൾ എന്ത് ചെയ്യാം, ഇപ്പൊ മെത്തേഡ്, ഓക്കെ, സോപ്പ് ഓർ വാട്ടർ, സോപ്പ് വാട്ടർ ഓർ വാട്ടർ സോപ്പ് വാട്ടർ, അങ്ങനെ എടുക്കുക. പിന്നെ റെമഡീസ്, അപ്പോൾ പ്രധാനമായിട്ട് ഒബ്ജക്റ്റ് ട്രബിൾസ്, റെമഡീസ് എങ്കിലും എന്ത് ചെയ്യുക, നോക്കിയിരിക്കുക എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ അങ്ങനെയാണ് ആ ഒരു ബോക്സ് പോകുന്നത്. അത് നിങ്ങൾ തന്നെ എന്ത് ചെയ്യുക, നോക്കിയിരിക്കുക. ഇന്ന് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് അനലൈസിസ് ഓഫ് കട്ടിങ് എന്നുള്ളതാണ് ഇനി നമുക്ക് എന്ത് ചെയ്യാനായിട്ടുള്ളത്, നോക്കാനായിട്ടുള്ള ടോപ്പിക്ക്. ബാക്കിയെല്ലാം നിങ്ങൾ തന്നെ എന്ത് ചെയ്യുക, ഓരോന്നായിട്ട് ജസ്റ്റ് ഒന്ന് ടൈം എടുത്തുകൊണ്ട് നോക്കി മനസ്സിലാക്കിയിരിക്കുക. അപ്പോൾ കട്ടിങ്ങിന്റെ ഒരു വിശകലനം, അവയുടെ സവിശേഷത, അതാണ് നമ്മൾ എന്ത് ചെയ്യാനായിട്ട് പോകുന്നത്, നോക്കാനായിട്ട് പോകുന്നത്.